ഇപ്പോൾ ചിന്ത ജെറോം സംസാരിക്കുന്നുണ്ട്. ഒരാളെ ഇതിനകം പിടിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഇവര് ഭാര്യയും ഭർത്താവും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവര് എവിടെയാ ജോലി ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും അറിയോ? അല്ല, അതെല്ലാം കൂടുതലായി ബേക്കറി നടത്തുന്നില്ലേ? ഇവർക്ക് എത്ര പ്രായം, അങ്ങനെ എന്തെങ്കിലും അതിനെ കുറിച്ച് വിവരങ്ങൾ അറിയില്ല. തടിത്തല സ്വദേശി എന്നൊക്കെ ഇവിടെ ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടലുള്ള സംഭവമല്ലേ. ഇതാ കണ്ടില്ലേ, 2 വാഹനങ്ങൾ ഇങ്ങനെ. സിനിമയാണല്ലോ ഇതിലൊക്കെ മിസ്സാക്കിയത്. ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേർന്നവരാണ് ഇപ്പോൾ ബിന്ദുകൃഷ്ണ, ഒപ്പം തന്നെ ചിന്ത ജെറോം അടക്കമുള്ളവർ. കൂടുതൽ വിവരങ്ങളൊക്കെ എല്ലാവർക്കും ലഭ്യമായി തന്നെ വരുന്നേയുള്ളൂ. ഇവരുടെ ഒരു പശ്ചാത്തലം കൂടുതൽ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും കൊട്ടിയം തഴുത്തുല സ്വദേശിയായ അനിലയാണ് ഈ സംഭവത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ യുവതിയുടെ ഭർത്താവായ പത്മരാജനെ ഈ സംഭവത്തോടനുബന്ധിച്ച് ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. പൊള്ളലേറ്റ സോണി, അനീഷ് എന്ന വിളിപ്പേരുള്ള സോണി എന്ന യുവാവിനെ ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷമീർ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഈ പരിക്കേറ്റ സോണി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഒപ്പം തന്നെ ഈ മരിച്ച യുവതിയെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? എടുക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഭയപ്പെട്ടു പോയി. എങ്കിലും നമ്മുടെ നിസ്സഹായനായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കാണാനല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ലായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് ആ സമയത്ത് നമുക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. ചേട്ടൻ നോക്കുമ്പോൾ ഈ കാറിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്ന മറ്റെന്തെങ്കിലും കണ്ടിരുന്നു? നമ്മൾ ടോട്ടലി ഇവിടെ കണ്ടത് 3 പേരാണ് ആ സമയത്ത്. അത് ഒരാൾ പരാക്രമത്തോടു കൂടി ഫോൺ വിളിച്ചിട്ടാ പെട്ടെന്ന് വാ, അവൾ തീർന്നടാ എന്നുള്ള മട്ടിൽ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ആ സ്ത്രീ ആണെങ്കിൽ ഉടനെ ആ ഡോറ് തുറന്ന് അങ്ങ് മറിഞ്ഞ് വീഴുന്നു. തീ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പിന്നെ ഞാൻ കണ്ടതുമില്ല. കാരണം നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നേ ഉള്ളൂ. എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന്, ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ആ തീ സ്റ്റാർട്ടിങ്ങിലായിരുന്നെങ്കിൽ നമുക്ക് അടുക്കായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പെട്ടെന്ന് കത്തി കൂടുന്നു. അല്ല, ആ തീ കത്തുന്ന സമയത്ത് വലിയ ശബ്ദമല്ല. പിന്നെ ഞാൻ ഇവിടേക്ക് എത്തി, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ ഗ്ലാസ് പൊട്ടുന്നതിൻ്റെ ഒക്കെ ശബ്ദങ്ങളാണ്. അല്ല, വിളിച്ചു പറഞ്ഞ ആള് എൻ്റെ കൂടെ തന്നെയാണ്. അദ്ദേഹവും ഞാനും കൂടിയാണ് പിന്നെ ഓടി ഇവിടേക്ക് അടുക്കുന്നു. ഏകദേശം ഒരു 10, 35, 38 വയസ്സ് ആ ഒരു റേഞ്ച് ആയിരിക്കാം കണ്ടിട്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയുള്ള പറയുന്നത്. പിന്നെ നമ്മൾ അവരെയൊന്നും നോക്കുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രം ഓർക്കുന്നുള്ളൂ. ഈ സ്ത്രീയടക്കം 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടത് ആ ഭാഗത്തുണ്ടായിരുന്ന ടോട്ടലി 3 പേര്. അതായത് ഈ ഒമിനി കാറിൽ ഒരാളും മറ്റേ ആയിരിക്കാം. എന്തായാലും ടോട്ടലി 3 പേര്. ഒമിനി കാറിലാണോ ആൾട്ടോയിലാണോ എന്നുള്ളതല്ല, ടോട്ടലി 3 പേരാണ് ഞാൻ ആ സമയത്ത് അവിടെ കാണുന്നത്. ഒരാളതിനകത്ത് പരാക്രമത്തോടു കൂടി ഓടി വരുന്നു. മറ്റൊരു പുരുഷൻ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ ശ്രദ്ധിച്ചതുമില്ല. ഏകദേശം ഒരു 8:45, 8:45, 8:50 ആ ഒരു റേഞ്ച്. പോലീസ് ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി. അപ്പോഴേക്ക് ഏകദേശം കത്തി. നമ്മളും വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. ഏകദേശം ആളൊക്കെ കൂടി. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോലീസും എല്ലാം കിട്ടും. പോലീസാണോ ഇയാളെ കൊണ്ടുപോയത്? ഫയർഫോഴ്സിന്റെ വാഹനത്തിലാണോ കസ്റ്റഡിയിൽ എടുത്തെന്നാണ് അറിഞ്ഞത്. ഡോക്ടർ അരുൺകുമാർ ആദ്യം കണ്ട വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. ദൃക്സാക്ഷികളാണിപ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിവരിച്ചത്. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെ തീ കൊളുത്തി കൊന്നു. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഭർത്താവ് പത്മരാജനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. പൊള്ളലേറ്റ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സോണി എന്ന യുവാവിനെ ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബഹളം വെക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഓടിച്ചെന്നു. നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ള രൂപത്തിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ ഡോറ് തുറന്ന് അവരങ്ങ് മറിഞ്ഞ് ജസ്റ്റ് തീ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഡോർ മറിഞ്ഞ് അവിടേക്കങ്ങ് വീണു. അപ്പോൾ നമ്മൾ ഓടിപ്പോയി വലിച്ചെടുക്കാം എന്ന് നോക്കുമ്പോഴേക്ക് തീ അങ്ങ് കൂടി. പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ. പിന്നെ നമ്മളത് കണ്ടു നിൽക്കുക എന്നല്ലാതെ പിന്നെ നമ്മൾ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കുന്നു, ഓരോരുത്തർ വിളിക്കുന്നു. പിന്നെ ഓരോ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ദൃക്സാക്ഷികൾ കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു നമ്മളോട്.
കൊല്ലം ചെമ്മാമുക്കിലാണ് കാറിൽ പോവുകയായിരുന്ന യുവതിയെ തീ കൊളുത്തി കൊന്നത്. ഭർത്താവ് പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിന്ദുകൃഷ്ണ സംഭവ സ്ഥലത്തെത്തി സംസാരിക്കുന്നു. കുടുംബവഴക്കാണെന്നാണ് പറയുന്നത്. കുടുംബവഴക്കല്ല, ഇനിയിപ്പോൾ അതിനേക്കാൾ ഭീകരമായ വഴക്കായിക്കോട്ടെ. ഇത്രയും ക്രൂരമായ ആളെ കൊല്ലാൻ കഴിയുമോ? ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടരുതെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി വണ്ടി ഡ്രൈവർ സീറ്റിനോട് ചേർത്ത് വണ്ടി നിർത്തിയിട്ടാണ് പെട്രോൾ ഒഴിച്ചെന്ന് പറയുന്നത്. അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകമായി പോയി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ കൊലപാതകം നമ്മുടെ നാട്ടിൽ നടന്നതിൽ അതിയായ വേദന, സങ്കല്പിക്കാൻ പോലും ആകാത്തൊരു ദുരന്തത്തിന് നാം എല്ലാവരും ഇപ്പോൾ സാക്ഷിയാവുക.